നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തീവണ്ടിയിൽ യാത്രിക കണ്ണട മറന്നുവെച്ചെന്ന് കരുതി തിരികെ കൊടുക്കാൻ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ മുൻ DGP ഋഷിരാജ് സിംഗിന് വണ്ടിയും നഷ്ടമായി. പോരാത്തതിന് വില കൂടിയ കണ്ണട മോഷ്ടിച്ചെന്ന് ചിത്രീകരിക്കപ്പെടുകയും ചെയ്തു. സർവീസിൽ ഉടനീളം സത്യസന്ധനായ ഉദ്യോഗസ്ഥനെന്ന് പേരെടുത്ത ഋഷിരാജ് സിംഗ് വാസ്തവവിരുദ്ധമായ വാർത്തയുണ്ടാക്കിയ ആഘാതത്തിൽ നിന്ന് മുക്തനായിട്ടില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച വന്ദേ ഭാരതിൽ തിരുവനന്തപുരത്തു നിന്നും തിരൂരിലേക്കുള്ള യാത്രക്കിടെ എതിർവശത്തെ സീറ്റിലുണ്ടായിരുന്ന തൃശൂർ സ്വദേശിനി ഡോക്ടർ രമ മുകേഷിനെ സഹായിക്കാൻ ശ്രമിച്ചതോടെയാണ് ഋഷിരാജ് സിംഗ് കള്ളനായി ചിത്രീകരിക്കപ്പെട്ടത്. തീവണ്ടി എറണാകുളത്തെത്തിയപ്പോൾ ഡോക്ടറും ഒപ്പമുണ്ടായിരുന്ന ഭർത്താവും മകളും ഇറങ്ങാനൊരുങ്ങുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. അതുവരെ പുസ്തകം വായിച്ചിരുന്ന ഡോക്ടർ കണ്ണട ഊരി സീറ്റിന്റെ പൗച്ചിൽ വെച്ചു. ബാഗുകൾ എടുത്ത് മകൾക്കൊപ്പം ഇറങ്ങാനുള്ള തിരക്കിലായിരുന്നു. തീവണ്ടി സ്റ്റേഷനിൽ നിർത്തി അല്പനേരം കഴിഞ്ഞപ്പോഴാണ് ഡോക്ടറുടെ കണ്ണടയും പുസ്തകവും സീറ്റിന് സമീപം ഇരിക്കുന്നത് അദ്ദേഹം കണ്ടത്. മറന്നുവെച്ചതാണെന്ന് കരുതി തിരിച്ചേൽപ്പിക്കാൻ പിന്നാലെ ഋഷിരാജ് സിംഗും ട്രെയിനിൽ നിന്നും ഇറങ്ങി. എന്നാൽ ഒപ്പം യാത്ര ചെയ്തിരുന്ന മകൾ എറണാകുളത്ത് ഇറങ്ങിയപ്പോൾ യാത്ര പറയാൻ വാതിലിനടുത്തേക്ക് നീങ്ങി ഡോക്ടറും ഭർത്താവും തീവണ്ടിയിൽ നിന്നും ഇറങ്ങിയിരുന്നില്ല. വാതിലിന് സമീപത്തു നിന്ന് ഇവരെ കാണാതെയാണ് ഋഷിരാജ് സിംഗ് പ്ലാറ്റ്ഫോമിൽ ഇവരെ തിരഞ്ഞത്. ഇതിനിടെ ഡോർ അടയുകയും വന്ദേ ഭാരത് നീങ്ങുകയും ചെയ്തു. സഹായിക്കാനിറങ്ങി ഋഷിരാജ് സിംഗിന് തീവണ്ടി നഷ്ടമായി. അദ്ദേഹത്തിന് പേഴ്സും ഐഫോണും ബാഗും ഉൾപ്പെടെയുള്ള വില കൂടിയ വസ്തുക്കൾ തീവണ്ടിയിലുമായി. പ്ലാറ്റ്ഫോമിലെ ഈറോഡ് റെസ്റ്റോറന്റിലെത്തിയ ഋഷിരാജ് സിംഗ് കണ്ണടയും പുസ്തകവും റെയിൽവേ പോലീസിന് കൈമാറാനുള്ള ഏർപ്പാട് ചെയ്തു. പരിചയമുള്ള മാനേജറിൽ നിന്ന് 500 രൂപ കടം വാങ്ങി അടുത്ത തീവണ്ടിയിൽ ടിക്കറ്റ് എടുത്തു. വന്ദേ ഭാരതിലുള്ള തന്റെ ബാഗും മൊബൈൽ ഫോണും തിരൂരിൽ തന്നെ കൂട്ടാനെത്തുന്ന വ്യക്തിക്ക് കൈമാറാനുള്ള ഏർപ്പാടും ചെയ്തു. ഇതിനിടെ ഡോക്ടറും ഭർത്താവും തീവണ്ടിയിൽ കണ്ണടയ്ക്കായി തിരച്ചിൽ ആരംഭിച്ചിരുന്നു. തൃശൂരിൽ ഇറങ്ങിയ ഡോക്ടർ ഇവ കാണാനില്ലെന്ന് പരാതി നൽകി. തൊട്ടു പിന്നാലെ പോലീസ് ഡോക്ടറെ ബന്ധപ്പെടുകയും കണ്ണടയും പുസ്തകവും കിട്ടിയ വിവരം അറിയിക്കുകയും ചെയ്തു. മുൻ DGP ഋഷിരാജ് സിംഗ് ആണ് തന്റെ കണ്ണട തിരികെ ഏൽപ്പിച്ചതെന്ന് അറിഞ്ഞ ഡോക്ടർ അദ്ദേഹത്തെ വിളിച്ച് നന്ദി അറിയിച്ചു. ഇതിനിടെയാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ യാത്രക്കാരിയുടെ 30,000 രൂപ വിലയുള്ള കണ്ണട മോഷ്ടിച്ചെന്ന വാർത്ത ഒരു മാധ്യമം പ്രസിദ്ധീകരിച്ചത്.